നമ്മളൊക്കെ ഈ എല്ലാ ദിവസവും പറയുന്ന ഒരു വാക്ക് ഏതായിരിക്കും? പ്രത്യേകിച്ച് നമ്മൾ എന്നും പറയുന്ന ഒരു വാക്ക് എന്താ? ഹലോ അല്ലേ? ലോകത്തെമ്പാടും ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരുടെയും ഇഷ്ടവാക്കും ഹലോ തന്നെയാണ്. ഓരോ ദിവസവും എത്ര തവണ നമ്മൾ ഹലോ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലേ? ഇതാ നമ്മുടെ ഈ ഷോയുടെ പേര് തന്നെ ഹലോ മലയാളം എന്നുമാണ്. അപ്പോൾ പറയാനുള്ള കാരണം ഈ ഹലോ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന ടെലിഫോണിൻ്റെ ഉപജ്ഞാതാവ് അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിൻ്റെ ഓർമ്മ ദിവസം കൂടിയാണ് ഇന്ന് എന്നുള്ളതാണ്. എന്തായിരിക്കാം ടെലിഫോൺ കണ്ടുപിടുത്തത്തിൽ ബെല്ലിനെ സ്വാധീനിച്ചതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ കേൾവിക്കുറവായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ബെല്ലിൻ്റെ 12ാമത്തെ വയസ്സ് മുതലാണ് അമ്മയ്ക്ക് ബധിരത തുടങ്ങുന്നത്. അമ്മയുടെ നിശബ്ദതയിൽ ആശയവിനിമയം നടത്താൻ വേണ്ടി ദൃശ്യഭാഷണം എന്ന മാനുവൽ വിരൽ ഭാഷ ബെല്ല് പഠിച്ചു. പിന്നീട് വ്യക്തമായ സ്വരത്തിൽ അമ്മയുടെ നെറ്റിയിൽ നേരിട്ട് സംസാരിക്കാനുള്ള ഒരു മാർഗം കണ്ടെത്തി. അത് അമ്മയെ നന്നായി കേൾക്കാൻ സഹായിച്ചു. അമ്മയുടെ ആ കേൾവിക്കുറവാണ് അദ്ദേഹത്തെ ശബ്ദശാസ്ത്രത്തിൽ വളരെയധികം താല്പര്യമുള്ളവനാക്കി മാറ്റിയത്. കുട്ടിക്കാലത്ത് തന്നെ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയിരുന്ന ഗ്രഹാം ബെല്ല് പിന്നീട് ഒരുപാട് കണ്ടുപിടുത്തങ്ങളിലൂടെയാണ് 1876 ടെലിഫോൺ കണ്ടുപിടിക്കുന്നത്. അന്ന് ഒരു മാർച്ച് 10 ആദ്യത്തെ വിജയകരമായ 2-വേ ടെലിഫോൺ കോൾ നടന്നു. മറ്റൊരു മുറിയിലുണ്ടായിരുന്ന സഹായി വാട്സനോട് ബെല്ല് തൻ്റെ ഉപകരണത്തിലൂടെ സംസാരിച്ചു. പിന്നീട് മിസ്റ്റർ വാട്സൺ, ഇവിടെ വരൂ, എനിക്ക് നിങ്ങളെ കാണണം. ഇതായിരുന്നു ആ ഫോണിലൂടെയുള്ള അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിൻ്റെ ആദ്യ സംഭാഷണം. ദൂരെയുള്ള ആളിൻ്റെ ശബ്ദം അടുത്തു കേൾക്കുക ഒരു കാലത്ത് ഭാവനയിലും മുത്തശ്ശി കഥകളിലും ഒക്കെ മാത്രമുള്ളതായിരുന്നു ഇതെങ്കിൽ ഗ്രഹാം ബെൽ അതിൻ്റെ ആനന്ദവും ആവേശവും ഒക്കെയാണ് ലോകത്തിന് പകർന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അതിൻ്റെയൊക്കെ തുടക്കം എവിടെ നിന്നായിരുന്നു? അമ്മയോട് സംസാരിക്കുന്നതിനായി ശബ്ദത്തിൻ്റെ സാധ്യതകളെ മനസ്സിലാക്കിയ ബാലനായ അലക്സാണ്ടർ ഗ്രഹാം ബെൽ കണ്ടുപിടിച്ചതാണ് ലോകത്തെ തന്നെ മാറ്റിമറിച്ച ആ വിപ്ലവകരമായ കണ്ടുപിടുത്തം അല്ലേ? ഇന്നത്തെ മോർണിംഗ് മോട്ടിവേറ്ററിൽ വിവരസാങ്കേതിക വിദ്യയുടെ കൊടുമുടിയിൽ നിൽക്കാൻ നാം ഓരോരുത്തർക്കും കരുത്തുണ്ടാക്കിയ ഗ്രഹാം ബെല്ലിൻ്റെ ശ്രദ്ധേയമായ വാക്കുകൾ തന്നെയാണ് പ്രിയപ്പെട്ടവരിലേക്ക് ഞാൻ എത്തിക്കുന്നതും. മറ്റെന്തിനേക്കാളും മുൻപ് തയ്യാറെടുപ്പാണ് വിജയത്തിലേക്കുള്ള താക്കോൽ. സങ്കടകരമായ ഒരു സാഹചര്യത്തിനെ തൻ്റെ ജീവിതത്തിൽ സാധ്യതയാക്കി മാറ്റിയ അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിൻ്റെ വാക്കുകൾ നമുക്കെല്ലാവർക്കും പ്രചോദനമാണ്. തയ്യാറെടുപ്പാണ് വിജയത്തിലേക്കുള്ള താക്കോൽ അല്ലേ?